എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മറുനാടൻ മലയാളോടൊപ്പം ചേർന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആണ്. വക്കീലെ നമസ്കാരം. നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അത് വളരെ റെലവന്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടി CPM-ന്റെ അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപായിട്ട് തിരുവനന്തപുരം വഞ്ചിയൂർ വെച്ചിട്ടാണ് പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടക്കുകയും ഈ സമ്മേളനത്തിൽ സംഭവിച്ചത് റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം മുഴുവൻ തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് അടച്ച് സ്റ്റേജ് കെട്ടുന്നു. ഇതിനെതിരെ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നു, അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങൾ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ജനങ്ങളുടെ നേരെയുള്ള അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റം എന്ന രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെതിരെ എല്ലാവരും രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായും അന്ന് അവിടെ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയിരുന്ന വ്യക്തി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹം എന്താണ് പ്രശ്നം, ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ മാത്രമാണ് സമ്മേളനത്തിനായി സ്റ്റേജ് കെട്ടിയത് പറഞ്ഞു. പക്ഷെ അത് കൃത്യമായ കള്ളമായിരുന്നു. പക്ഷെ പിന്നീട് വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങളൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മായിമ്മയുടെ വീട്ടിൽ പോവുകയാണെന്ന് പോലുള്ള നാടൻ പ്രയോഗങ്ങൾ നടത്തി. ഇത് വളരെ അധിക്ഷേപകരമായി കോടതി ഇടപെടുന്നു. പിന്നീട് വീണ്ടും ഗോവിന്ദൻ മാസ്റ്ററിനെ ന്യായീകരിച്ചു വരുന്നു. ഇങ്ങനെ ജനങ്ങളുടെ നേരെ കയറുന്ന ഒരു ഭരണകൂടത്തെയാണ് കാണുന്നത്. ഇത് എന്താണ്, വെള്ളരിക്ക പട്ടണത്തിലാണോ നമ്മൾ താമസിക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേരളത്തിൽ ഞാനത് ആദ്യം കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം, വിജയരാഘവന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയരാഘവന്റെ പ്രസംഗത്തിലാണ്. അദ്ദേഹം പറഞ്ഞതാണ്, എന്തിനാണ് എല്ലാവരും കാറി പോകുന്നത്, നടന്നു കൂടെ, വഞ്ചിയൂര് ഞങ്ങൾ മാത്രമാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, ഇവിടെ രാവിലെ തൊട്ട് ബ്ലോക്ക് അല്ലേ എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗം. അത് ഇന്ന് ഉണ്ടായ രസകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരുന്നു. അതായത് ഗോവിന്ദൻ മാഷിന്റെ വണ്ടി അപകടത്തിൽപ്പെട്ട വാർത്ത കുറച്ച് മുമ്പ് വന്നു. നമ്മൾ ധരിക്കുന്ന പോലെ ആക്സിഡന്റ് എന്ന് പറയുന്ന ആർക്കും ഉണ്ടാകും, ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുതെന്ന് വിശ്വസിക്കുന്നതാണ്. എന്നാൽ പോലും ഞാനത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. കാര്യം പ്രത്യേകിച്ച് ആളപായ അപകടമൊന്നും ആ ആക്സിഡന്റ് ഇല്ല, അതുകൊണ്ടാണ് ആ ചിരി വന്നത്. അതായത് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള ആള് പറഞ്ഞു എന്തിനാണ് കാറിൽ പോകുന്നത്, നടന്നു മുക്കൂടെ എന്ന് ചോദിച്ചിട്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി പോലും അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഗംഭീര ട്രോളാണ്. അപ്പം ഇതാണ് അതിന്റെ രസം. അപ്പം ഇവർ ഈ പറയുന്നത് പറഞ്ഞാൽ ചുമ്മാ ഇവരുടെ അണികൾക്ക് വേണ്ടി കൈയടിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ട്. കാര്യം ഇതൊരു ധാർഷ്ട്യത്തിന്റെ ഭാഷ കൂടിയുണ്ട് ഇതിനകത്ത്. അതായത് ഞങ്ങൾ CPM-കാരാണ്, CPM-കാരായ ഞങ്ങൾക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, ഇത് ഞങ്ങൾ ഇടുന്ന നവോത്ഥാന മണ്ണാണ്, ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ കഷത്തിലാണ് കേരളം എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. അത് താഴേക്കിടയിൽ മുതൽ, അന്ന് ലോക്കൽ സെക്രട്ടറി മുതൽ അങ്ങ് സംസ്ഥാന സെക്രട്ടറി മുതൽ ഇവർക്ക് അത്തരം ഒരു ബോഡി ലാംഗ്വേജും ഭാഷയും ഒക്കെ ഇവർക്ക് കാലങ്ങളായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മൈക്ക് കാണുമ്പോൾ ഇവർ എന്തും പറഞ്ഞു പോകുന്നത്. അപ്പൊ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. നമ്മുടെ അണികൾ, നമ്മുടെ പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസംഗിച്ചാൽ പോലും ഇത് ജനങ്ങളെ വിദ്യാർത്ഥികളാക്കുന്ന കോസമാനങ്ങൾ എന്ന് പറയുന്ന CPM-കാർ അവരുടെ എപ്പോഴും ഉണ്ടാക്കും. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇത്ര പ്രസംഗം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ പോലും കോടതി കേസെടുത്തിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോടതി ലക്ഷ്യത്തിൽ കേസെടുത്തത് CPM നേതാക്കന്മാർക്കെതിരാണ്. EMS അടക്കം. EMS-ന്റെ വിഷയം EMS അറുപതിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മാർസും എംഗൽസും കോടതിയെ കണ്ടിരിക്കുന്നത് മർദ്ദന മുറകളായിട്ടാണ്, അതിനിപ്പോഴും ഒരു മാറ്റമൊന്നുമില്ല. ഒരു കോട്ടിട്ടൊരുത്തനും ഒരു സാധാരണ മനുഷ്യനും കോടതിയിലേക്ക് വന്നാൽ കോടതി ആ കോട്ടിട്ട ആളോടായിരിക്കും താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞ വിഷയത്തിൽ അന്ന് കോടതി സ്വമേധയാ കോടതി ലക്ഷ്യ കേസെടുക്കുകയും അതിൽ ശിക്ഷ വിധിക്കുകയും അവസാനം ഫൈൻ അടച്ച് തടിയൂരുകയും ചെയ്യും. അതിനുശേഷം നമുക്കറിയാം പാലോളി മുഹമ്മദ് കുട്ടിയും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഇത്തരത്തിൽ പോയി വിട്ടിലായതാണ്. എനിക്കതിൽ തമാശ തോന്നി മറ്റൊരു ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെങ്കിൽ കോടതികളെ ഇത്തരം കാര്യങ്ങൾ വെല്ലുവിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തോന്നിയത് നമ്മുടെ ജയരാജ് സഖാവിന്റെ ശുംഭൻ പ്രയോഗമാണ്. അതായത് ഇതുമായി അതിനെ കണക്ട് ചെയ്ത് സംസാരിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം കേരളത്തിലെ ഈ പൊതുനിരത്തിൽ ഇത്തരത്തിൽ ജാഥകൾ നിരോധിച്ച 2010 കേരള ഹൈക്കോടതിയുടെ വിധി മൂലമാണ്. ആ വിധിക്കെതിരെ കണ്ണൂരിൽ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം പറയുകയാണ്, ജനവിരുദ്ധങ്ങളായിട്ടുള്ള വിധിന്യായങ്ങളാണ് ഇത്തരത്തിൽ ന്യായാധിപന്മാർ പുറപ്പെടുവിക്കുന്നത്, അതിന് പുല്ല് വില മാത്രമേ ഉള്ളൂ, ഇവര് ചില്ലുമേടയിരിക്കുന്ന ശുംഭന്മാരാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു പോയി. ഭയങ്കര കൈയടിയായിരുന്നു. നമുക്കറിയാം ഈയിടയ്ക്ക് നമ്മുടെ സജി ചെറിയാന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ്, ഭരണഘടനയുടെ സൈഡിലോ അതിന്റെ അവിടെ ഇവിടെയൊക്കെ കുന്ത്രാണ്ടോ കുറച്ചൊക്കെ എഴുതി വെച്ചേക്കുന്നു. കുറെ സഖാക്കന്മാർ ഇങ്ങനെ കൈയടിക്കുകയാണ്. കാര്യം ഇവർക്ക് അറിയത്തില്ല ഇദ്ദേഹത്തെ പറയുന്നത്, കൈയടിക്ക് വേണ്ടി എന്തും പറയും. അതിനുശേഷം പിന്നീട് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അതേ സജി ചെറിയാൻ അതേ ഭരണഘടനയെ തൊട്ടിട്ട് അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ ഈ പറഞ്ഞ ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ അന്ന് കേരള ഹൈക്കോടതി കേസെടുത്ത് സുപ്രീം ശിക്ഷിച്ചു. 7 ആഴ്ചയും 7 മാസവും 2000 രൂപയാണ് പിഴ. അപ്പൊ ആ ശിക്ഷയ്ക്കെതിരെ അന്ന് കേരള ഹൈക്കോടതി കേസ് നടത്തി ജയരാജൻ പറഞ്ഞത്, മാപ്പാക്കണം തമ്പ്രാനെ, കാര്യം ഞാൻ ഒരിക്കലും ഈ ശുംഭൻ എന്ന് പറയുന്നത് പ്രയോഗം എന്ന് പറയുന്നത് അതൊരു മോശം അർത്ഥത്തിലല്ല, മറിച്ച്
അത് പിന്നെ പ്രകാശം പരത്തുന്നവൻ, അതായത് നിങ്ങൾ വലിയ മഹാന്മാരാണെന്ന്, അതായത് റോഡിൽ ഇരുന്നിട്ട് ഇവർ ശുംഭന്മാരാണെന്ന് ജനങ്ങൾ കൈയടിക്കാൻ വേണ്ടി സഖാവിന്റെ ഇവരുടെ അണികളുടെ പ്രശ്നം ആലോചിച്ച് നോക്കും. ഇവർ ഈ പറയുന്ന സഖാവ് പറയുന്നത് കൈയടിക്കുകയും വേണം, അവസാനം ക്യാപ്സ്യൂൾ ഇറക്കി കഴിയുമ്പോൾ അത് വിതരണം ചെയ്യുകയും വേണം. അപ്പൊ അവിടെ ചെന്നിട്ട് കോടതി ചെന്ന് പറയാണ്, ക്ഷമിക്കണം, മാപ്പാക്കണം തമ്പ്ര, ഞാൻ ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അസുഖമാണെന്നൊക്കെ പറഞ്ഞ് കറങ്ങി വീഴുന്നതും മയങ്ങി വീഴുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അവിടെയാണ് നമ്മൾ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ളവരെ നമ്മൾ അനുകരിക്കേണ്ടത്. അല്ലെങ്കിൽ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം കാണിക്കണം. ഇവർ പറയും ജയിലും പിന്നെ കാരാഗ്രഹവും ഞങ്ങൾക്ക് പുല്ലാണെന്നൊക്കെ ഇവർ പ്രസംഗിക്കുക. അങ്ങനെയാണെങ്കിൽ 2 ദിവസം പോയി ജയിലിൽ കിടക്കണം. ഈ വിഷയത്തിൽ നോക്കിയോളൂ, കേരള ഹൈക്കോടതി കേസെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസ് മുമ്പോട്ട് പോകുമ്പോൾ ഈ വിജയരാഘവൻ സഖാവിന് മാറ്റി പറയേണ്ടി വരും. അപ്പം ജയരാജൻ പിന്നീട് അവസാനം സുപ്രീം കോടതി പറയുന്നത് അറിയോ, ആ വിഷയത്തിൽ അദ്ദേഹം അപ്പീൽ പോയി. ഈ കേരള ഹൈക്കോടതി വിധിക്കെതിരെ ശിക്ഷ ജയരാജ, നിങ്ങൾ ഞങ്ങളും അതുപോലെ തന്നെ പുല്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിലക്കെടുക്കുന്നില്ല, പക്ഷെ ആ വിധിക്കെതിരെ പറഞ്ഞതിന്റെ ശിക്ഷ മാത്രം എന്ന് പറഞ്ഞാൽ അത് 2 ആഴ്ചത്തേക്ക് കുറച്ചു കൊടുത്തു. അപ്പൊ ഈ രീതിയിലാണ് ഇവരുടെ ഒരു ഭാഷാ ശൈലി. അതുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കാറുണ്ട്, പക്ഷെ ഇവരുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ ധാർഷ്ട്യത്തിന്റെ, അതായത് പൊതുജനത്തോട് ഒരു തരത്തിലുള്ള അനുകമ്പയും അല്ലെങ്കിൽ സഹതാപവും ഇല്ലാത്ത ഭാഷയും രീതികളും. മൈക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രേതം കയറുകയാണെന്ന് തോന്നുന്നു. നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടതല്ലേ. ഒരു പാവപ്പെട്ട പെൺകൊച്ച് ആങ്കർ ചെയ്തിട്ട് പറഞ്ഞ് പിന്നെ അടിപൊളി പ്രസംഗമാണ്. നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പൊ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ ആങ്കറായിട്ട് വിളിക്കാറുണ്ട്. നമ്മൾ ഒരാളെ പ്രസംഗം കഴിയുമ്പോൾ നമ്മൾ പറയും അടിപൊളി പ്രസംഗം എന്ന് പറയും, കൊള്ളത്തില്ലെങ്കിൽ നമ്മളത് പറയാറുണ്ട്. അപ്പൊ ഇത് പുള്ളിയുടെ പ്രസംഗം കൊള്ളത്തില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ആയതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞ് അടിപൊളി പ്രസംഗം എന്ന് പറഞ്ഞപ്പോഴും തിരിഞ്ഞു നിന്നിട്ട് ആ കൊച്ചിനെ അടിക്കാൻ ചെന്നു. ഞാനിപ്പോഴും മനസ്സിലാക്കുന്ന വരിക, ആ പെൺകുട്ടിക്ക് സത്യത്തിൽ അല്പം ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ പുറത്തോട്ടിറങ്ങി എന്താ സാറേ ഞാൻ പറഞ്ഞത് കുഴപ്പമെന്ന് പറഞ്ഞെങ്കിൽ ആ സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ വില എവിടെ പോയത്. പക്ഷെ ആ പെൺകുട്ടി ഗവൺമെന്റ് ജീവനക്കാരി ആയതുകൊണ്ടായിരിക്കും മിണ്ടാതെ പോയത്. അതുപോലെ ഒരു മൈക്കുകാരൻ അല്ലെ, ഈ മൈക്ക് ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞ അത്തപ്പാടികളല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ട് 750 രൂപയ്ക്ക് മുതലാളി കൊടുത്തിട്ട് മൈക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരിക്കുന്നവരാണ്. അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഇതിന്റെ ബാസും വോളിയം കൺട്രോൾ ചെയ്യണം. പെട്ടെന്ന് മൈക്ക് കേടായി, ഉടനെ മൈക്ക് പിടിച്ചു തിരിച്ചൊടിക്കുകയാണ്, ഓട്ടിച്ച് പറിച്ച് കളഞ്ഞിട്ട് പറയുകയാണ് നിന്നെ മൈക്കൊക്കെ പൊക്കിടുന്നത്. ആ പാവപ്പെട്ടവൻ സെക്രട്ടേറിയറ്റ് 2 മാസം കയറി ഇറങ്ങിയിട്ട് അവനതിന്റെ കേസൊക്കെ വിഡ്രോ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവര് പാവപ്പെട്ടവന്റെ പാർട്ടി, സാധാരണക്കാരന്റെ പാർട്ടി എന്നൊക്കെ 40 വട്ടം പറയുമെങ്കിലും സാധാരണ മനുഷ്യൻ, ഇപ്പൊ മഞ്ഞ തന്നെ പറഞ്ഞില്ലേ, ആംബുലൻസുകൾ ആ സമയത്ത് കടന്നു പോകുന്നതല്ലേ, കോളേജ് ജോലിക്ക് പോകുന്നവരില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യരെ ഉൾക്കൊള്ളാതെ ഞങ്ങൾക്ക് എന്ത് വൃത്തികേട് ഇവിടെ കാണിക്കാം, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് കേരളം എന്ന് പറയുന്നത്. ധാർഷ്ട്യത്തിന്റെ ഭാഷയാണ് ഇവരുടെ ഇത്തരം രാഷ്ട്രീയ പ്രസംഗം. ഞാൻ രാഷ്ട്രീയ പ്രസംഗിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് എന്റെ പ്രവർത്തകരെ, എന്നെ കേൾക്കുന്നവരെ ആവേശത്തിലാഴ്ത്താനുള്ള പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ സാധാരണക്കാരൻ നെഞ്ചത്ത് കയറിയിട്ട് അവനെ കോമാളിയാക്കുന്ന, കോപ്രായം കാണിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും വാക്കുകൾ ഒഴിവാക്കാൻ ഇവരൊക്കെ ശ്രമിക്കണം. അല്ലെങ്കിൽ ആണത്വം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് തെറ്റാണെങ്കിൽ പോലും ഞാൻ അത് ആവർത്തിക്കുകയാണ്. അത് ആർജവത്തോട് പറയണം, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ, ഒരു മാർഗവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തെറ്റി പറയാനുള്ളത് പറയണം. അതല്ലാതെ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് മാപ്പാക്കണം എന്നൊക്കെ ഇപ്പൊ കോടതി പറഞ്ഞു പറഞ്ഞാൽ ഇനി അതിലിവർ ക്യാപ്സ്യൂൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊരു എന്താ പറയുക, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ രീതി ഇതാണ്. ഇവരിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് ഇവരുടെ പ്രസംഗം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെയാണ് കട്ടപ്പനയിൽ ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത്. ആ നിക്ഷേപകന്റെ ഫോണിൽ വിളിച്ച് പറയുന്ന ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഷയുണ്ട്. അതായത് നിന്നെ ഞങ്ങൾ കണ്ടോളാം, അതായത് സാബു എന്ന് പറയുന്ന ആളെ CPM-ന്റെ അവിടുത്തെ നേതാവ് വിളിച്ചിട്ട് ഫോണിൽ വിളിക്കുന്നത് ഇപ്പം ന്യൂസ് ബ്രേക്ക് വന്നു തുടങ്ങി. അതായത് പറഞ്ഞിരിക്കുന്നതാണ്, നിനക്കുള്ള പണി ഞങ്ങൾ തരുന്നത്, എന്നെ കൈകാര്യം ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുകയാണ്. ഇതൊരു ധാർഷ്ട്യമാണ്, ഒരു ധിക്കാരം. അതായത് ഞങ്ങൾക്ക് എന്തുമാകാന്നുള്ള ധിക്കാരത്തിലാണ് ഇത്തരത്തിലുള്ള ഭാഷകളും പ്രയോഗങ്ങളും ഒക്കെ വരുന്നത്. അതാണ് എന്റെ രീതി എന്ന് പറയുന്നത്. ഇത് വളരെ വ്യക്തം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ജനങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പ്രതിനിധികളായി ഇവർ മുന്നോട്ട് വരുന്നു. പക്ഷേ ജനപ്രതിനിധികളാവുന്ന ഘട്ടത്തിൽ ഇവർ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള മറന്നു പോകുന്നു. അതൊക്കെ പിന്നീട് ഇവർ പാർട്ടിയുടെ മാത്രം ആളുകളാവുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് നേരെയാണ് ഇവരുടെ യുദ്ധം നടക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം, അതായത് ഇവിടെ നടക്കുന്ന കോലാഹലങ്ങൾ, ഇവിടെ എല്ലാവരും അടിസ്ഥാനപരമായി അഡ്രസ് ചെയ്യുന്നത് സാമൂഹിക വിഷയങ്ങളാണെങ്കിൽ പോലും പ്രതിഷേധിക്കുന്ന രീതി, അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന, പൊതുമുതലിനെ നശിപ്പിക്കുന്ന, അത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് നികത്തേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഈ പാർട്ടികൾ നടത്തുന്ന സമരങ്ങൾ മുഖേന, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലാത്തിച്ചാർജ്, ജലപീരങ്കി പ്രയോഗവും മുഖേന സംഭവിക്കുന്നുണ്ട്. ഹർത്താലുകൾ നമ്മുടെ ഒരു ദേശീയ ആഘോഷം പോലെ നമ്മൾ നടത്തി വരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
സത്യത്തിൽ ഇതൊരു വെള്ളരിക്കാപ്പട്ടണത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? പാർട്ടികൾ കാലാനുസൃതമായി ഇത്തരത്തിലുള്ള രീതികൾ, അതായത് പ്രതിഷേധ മാർഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. നമ്മൾ വിദേശത്തേക്കൊക്കെ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും അവർ ഈ കണ്ട കെട്ടിടങ്ങളിൽ മുഴുവൻ പോയി പോസ്റ്റർ ഒട്ടിക്കുക, അങ്ങനെയൊന്നും അല്ല. കൃത്യമായി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ജയിച്ചാൽ എന്ത് ചെയ്യും, അതായത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന പട്ടികയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡ്രോബാക്സ്, ഇതൊന്നും രാഷ്ട്രീയമല്ലാതെ ആൾബലം കാണിക്കുന്ന കുറെ പേരെയും കൂടി നമുക്കറിയാം. കാലാനുസൃതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ വാൾ സ്ട്രീറ്റ് സമരങ്ങളെ പറ്റി കാണുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രക്ഷോഭം, ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കുക, കേരളത്തിൽ ജനകീയ പ്രക്ഷോഭം ഇല്ലല്ലോ. നമ്മൾ ബേസിക്കലി പൗരബോധം എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ബേസിക്കലി എത്തിയത്, നമ്മളിപ്പോഴും രാഷ്ട്രീയ ബോധത്തിൽ മാത്രം കിടക്കുന്നത്, കക്ഷി രാഷ്ട്രീയത്തിലാണ് നമ്മൾ ഇപ്പോഴും കിടക്കുന്നത്. നമുക്ക് പൗരബോധം, ഒരു സിവിൽ സൊസൈറ്റിയായി നമ്മൾ മാറിയിട്ടുണ്ടോ സംശയമുണ്ട്. ഈ അമേരിക്കയിലൊക്കെ പരിശോധിച്ചാൽ അവിടെ ഉയർന്നു വരുന്ന ഇപ്പൊ അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരും അല്ലെങ്കിൽ വെളുത്തവരും തമ്മിലുള്ള ഫൈറ്റിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള പല പ്രക്ഷോഭങ്ങളും നമുക്കറിയാം. ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ വന്നതിന് ശേഷം അവിടെ നമ്മൾ കേട്ടു, അവിടെ അതിന്റെ പേരിൽ പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭത്തിൽ പുതിയ അമെന്റ്മെന്റ്, പുതിയ ലോ വന്നു. അവിടെ ആ ലോ എന്ന് പറയുന്നത് പോലും പോലീസ് അട്രോസിറ്റിയെ ബന്ധപ്പെട്ട് നിയമം പാസ്സാകുക. ആ നിയമത്തിലേക്ക് നയിച്ചത് അമേരിക്കയിലെ ജനകീയ പ്രക്ഷോഭമാണ്. അപ്പൊ അവിടെ അവർക്ക് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ, ജനകീയ സമരത്തിലേക്ക് പോകാൻ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി വേണ്ട. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓരോ വിഷയത്തിലും രാഷ്ട്രീയ പാർട്ടിയാണ് സമരം ഏറ്റെടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ വിഷയത്തിൽ കോൺഗ്രസ് ചെയ്യുന്ന സമരത്തിൽ CPM-കാർ പോകത്തില്ല. KCB വിഷയത്തിൽ ആം ആദ്മിയുടെ സമരത്തിൽ കോൺഗ്രസ്സുകാരും വരത്തില്ല. അപ്പൊ ഇവിടെ എല്ലാം നമ്മളെല്ലാം നോക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിലാണ്. ഇത് കാലാനുസൃതമായി മാറണം. ഞാനതിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്റെ ഒരു ആശയമായിരുന്നു, അതായത് കേരളത്തിൽ സമരങ്ങൾ ചെയ്യുന്ന എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാനും സമരം ചെയ്തിട്ട്, അത്രയും സമരം ചെയ്തിട്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടി സമരം ചെയ്യുന്ന സാധ്യത നമുക്ക് ഉണ്ടായിട്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സമരം വിജയിക്കണ്ടേ? ഈ സമരം വിജയിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ സമരത്തെ ഒന്നും കേരളത്തിലെ ഒരു ഭരണാധികാരിയും അഡ്രസ് ചെയ്യത്തില്ല. ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാനേജർ ഡെയിലി അതിന് മുമ്പിൽ കിടക്കും. എത്ര സമരങ്ങൾ അതിന് മുമ്പിൽ നടക്കുന്നുണ്ട്. ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണെങ്കിൽ അവന്റെ സഹോദരനെ ഉറ്റിക്കൊന്നതുമായി ബന്ധപ്പെട്ട് 5 വർഷമായിട്ട് ആ സെക്രട്ടറി മുമ്പിൽ സമരം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ ശ്രീജിത്ത് ഒരു മൈക്ക് കെട്ടി വെച്ച് അതിന്റെ മേളിൽ കയറി എന്ന് പിണറായി വിജയനെ തെറി വിളിക്കുന്നവർ നമ്മൾ കണ്ടു. പക്ഷെ മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ എത്രയോ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഒരു രസകരമായ സമരം ഞാൻ കണ്ടത് ഈ ഇടയ്ക്ക്, പിന്നെ നമ്മുടെ ഒരു ആനയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞ് സെക്രട്ടറി മുമ്പിൽ ഒരു ലേഡി സമരം ചെയ്യുന്നുണ്ട്. അപ്പൊ സമരങ്ങളുടെ പക്ഷെ ആരും മൈൻഡ് ചെയ്യത്തില്ല. അവിടെ ഒരു സമരത്തിന് അവിടെ പോയി ഒരു സമരം ചെയ്യുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നു, പിറ്റേ ദിവസം ആ പത്രത്തിലെ ഫോട്ടോയിലൂടെ ജനനേതാവാകാൻ പറ്റുന്ന സമരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ജനകീയ സമരങ്ങൾ എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് മാത്രമേ ഒരു ബോധം ഇപ്പൊ ആഹ്വാനം ചെയ്യാണ്. ഞങ്ങൾ പീരങ്കി നമ്മുടെ തീച്ചിന്റെ സൈഡിൽ ഒരു സമരം ചെയ്യാൻ പോകുന്നു. അവിടേക്ക് ജനം പോകണം. ഇപ്പൊ ഡൽഹിയിൽ അങ്ങനെയുള്ള സ്ഥലമുണ്ട്, ഒരു കോമൺ പ്ലേസ് ഉണ്ട് ഡൽഹിയിൽ. അവിടെ ആ സ്ഥലത്തേക്ക് അവിടുത്തെ ഭരണാധികാരികൾ സമരം ആഹ്വാനം ചെയ്താൽ അവിടേക്ക് ജനം ഒഴുകിയെത്തും. നമ്മൾ ഡൽഹിയിലെ നിർഭയ കേസിൽ കണ്ടതാണ്. അതൊരു കോമൺ വിഷയമായി വന്നു, എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായി. യുവാക്കൾ അതിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് അവർ റോഡിലല്ല സമരം ചെയ്തത്, ആ കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക ചെയ്തത്. അപ്പൊ അത്തരത്തിലൊരു കൾച്ചർ ഇവിടെ വരണമെങ്കിൽ 2 കാര്യം സംഭവിക്കണം. ഒന്ന്, പാർട്ടികൾ ടോട്ടലി അങ്ങനെ മാറാൻ ശ്രമിക്കണം. ഒപ്പം ജനകീയ നമ്മൾ അത്തരം വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം മറന്ന അത്തരം സമരങ്ങളോട് ഒന്നിക്കാൻ നമുക്ക് തോന്നണം. അപ്പൊ എനിക്ക് വേണ്ടി KSEB വിഷയത്തിൽ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് ഒരു സമരം ഉണ്ടെന്ന് കണ്ടാൽ വിനോദ് മാത്യൂസ് അങ്ങോട്ട് പോകാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം സമരം വിജയിക്കൂ. ഇല്ലെങ്കിൽ സമരം വിജയിക്കാൻ 10 പേരാ റോഡിൽ ഇറങ്ങുക. 10 പേര് വന്ന് റോഡിൽ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ഇത് ബ്ലോക്ക് ആകുമ്പോൾ പോലീസ് വരുന്നോടെ മീഡിയക്കാർ വന്ന് വിഷ്വൽ എടുക്കും. ഇതാണ് സമരത്തിന്റെ വിജയം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരരീതി മാറണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും അതിനുവേണ്ടി മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒപ്പം ഇതിന്റെ പൗരബോധമുള്ള ഒരു പൊതുസമൂഹവും ഈ ഇത്തരം മാറ്റത്തോട് കൈകോർത്താൽ മാത്രമേ സമരത്തിന് രീതി മാറുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകും. നമ്മുടെ വിജയരാഘവനെ പോലുള്ളവർ റോഡിൽ പന്തൽ കെട്ടി, റോഡിന്റെ സൈഡിൽ നിന്ന് സമരം ചെയ്ത്, നമുക്കറിയാം റോഡിന്റെ സൈഡിൽ നിന്ന് സമരം ചെയ്യുന്നതല്ല, ഒരു റോഡ് മൊത്തത്തിലൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു മൈതാനം പോലെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി. എന്നിട്ട് കേസ് ആർക്കെതിരെയാണ്? ഞാൻ മനസ്സിലാക്കുന്ന കേസ് എന്ന് പറയുന്നത് പന്തല് കുഴി നാട്ടിയവരും അവിടെ നാട വിറ്റ് ചെയ്തവരും അവിടെ കൊണ്ടുവന്ന് മേളി ബാനർ കെട്ടിയവരും ഒക്കെ എതിരെയാണ് കേസ്. പക്ഷെ അത് ആര് പറഞ്ഞിട്ടാ ചെയ്തിരിക്കുന്നത്? ഈ നേതാക്കന്മാർ പറഞ്ഞില്ല. പോലീസുകാർ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിടെ പോലീസിന്റെ പ്രശ്നമുണ്ട്. ഈ പോലീസുകാരെ നമ്മൾ വല്ലതും ചെയ്താൽ, അല്ലെങ്കിൽ സാധാരണക്കാരൻ ചെയ്താൽ ഇവർ കൈ കെട്ടി നോക്കും, എല്ലാം വലിച്ചു കുറച്ച് ദൂരെ കളയത്തില്ലേ? അപ്പൊ ഭരണവർഗം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പൊ അതൊരു വല്ലാത്തൊരു സീനിൽ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്ന പലപ്പോഴും പുതിയ തലമുറയ്ക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല.
ഇത് മൊത്തം കള്ളന്മാരാണെന്നും കൊള്ളക്കാരാണെന്നും ഇത് മൊത്തത്തിൽ ഫെയിലിയർ ആണെന്നുള്ള സിസ്റ്റം മനസ്സിലാക്കി രാഷ്ട്രീയത്തോടും രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ സംസാരത്തോടും പുതുതലമുറയ്ക്ക് ഒരു താല്പര്യമില്ല. അവരെല്ലാം അവരുടേതായ ലോകത്തേക്ക് പോകുന്നു. കുറെ ഗുണ്ടകളും സ്വജനപക്ഷക്കാരും അതുപോലെ തന്നെ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ പൊളിറ്റിക്സിൽ അവിടെ ഇരിക്കുന്നു. ഞാനത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയമനിർമ്മാണം നടത്തുന്നത് എപ്പോഴും ആരാണ്? നിയമനിർമ്മാണം നടത്തുന്നത് MLA-മാർ MP-മാരും. അവിടേക്ക് കടന്നു ചെല്ലുന്ന ആരാണ്? വിദ്യാഭ്യാസം ഉള്ളവർ, ജനത്തിന്റെ പ്രശ്നം മനസ്സിലാക്കുക, അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ആ സ്പേസിൽ വേക്കന്റ് ആയാൽ അവിടെ വിദ്യാഭ്യാസം ഉള്ളവർ, ഇതിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഈ പൊളിറ്റിക്സ് വെച്ച് പോയാൽ അവിടെ കടന്ന് നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ടകൾ അഴിപ്പിച്ചു പറിക്കാർ വരും. അവർ MLA-മാർ MP-മാരാവും. നമ്മളിത് എല്ലാ അടുത്ത തലമുറ 5-10 തലമുറ കഴിഞ്ഞാൽ നമ്മളിത് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പൊ നല്ല പൊളിറ്റിക്സ് ഉണ്ടാവണമെങ്കിൽ നമ്മളും അതിന് കൃത്യമായിട്ട് അതിന് ധാരണ ഉണ്ടാവണം. പൊളിറ്റിക്സിലും ആ മാറ്റം ഉണ്ടായ ഗുഡ് പൊളിറ്റിക്സ് ആണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വസിക്കുന്ന ആളാണ്. എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ വളരെ റെലവന്റ് ആണ്. അതായത് കാലോചിതമായി രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ടതുണ്ട്. അതിന് പൊതുജനത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. അതേസമയം ജനങ്ങളുടെ അവകാശാധികാരങ്ങളെ നിഷേധിച്ചുകൊണ്ടല്ല ഒരു ആധിപത്യമുള്ള ഒരു പാർട്ടി, അതായത് അധിപത്യം തന്നെ, അധികാരം ആധിപത്യമാക്കുകയും ആ ആധിപത്യമുള്ള പാർട്ടികൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ജീവിതത്തിനും എതിരെയാണ് ഈ നാട്ടിൽ ഇപ്പോ അവർ ജനങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CPM അടക്കമുള്ള CPM-ലെ മുതിർന്ന നേതാക്കൾ, ആരെ തിരുത്തേണ്ട നേതാക്കൾ, അവരതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കോടതിയിൽ എത്തിക്കഴിയുന്ന സമയത്ത് സ്വാഭാവികമായി ഇവരുടെ പറഞ്ഞ വാചകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. ചരിത്രം അങ്ങനെയാണ്. എന്തായാലും മറുനാടിനോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷം.